നമസ്കാരം, മലനാടനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് പലപ്പോഴും നമ്മളിവിടെ വന്ന് നമ്മൾ UK വന്നു കഴിയുമ്പോൾ, നമ്മൾ സ്റ്റുഡൻ്റായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ജോലിക്കായിട്ടോ ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് ഒരു വാഹനം സ്വന്തമാക്കുക എന്നുള്ളത്. കാരണം ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ചില സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ പഠിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പല സമയത്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അവൈലബിലിറ്റി പലപ്പോഴും വ്യത്യസ്തമാവാറുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു വാഹനം, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് നല്ല രീതിയിലുള്ള കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കോസ്റ്റ് റിഡക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമയം ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കൃത്യമായിട്ട് എത്തിച്ചേരാൻ കഴിയണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വാഹനം സ്വന്തമാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ UK ഒരു വാഹനം, സെക്കൻഡ് ഹാൻഡ് വാഹനം സ്വന്തമാക്കുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ആളുടെ ഒരു മാസത്തെ ശമ്പളം കൊണ്ട് തന്നെ ഒരു ഏതാണ്ട് 1000 പൗണ്ട് മുതൽ 2000 പൗണ്ട് വരെ ഇടയിലുള്ള ഒരു വാഹനം വാങ്ങുന്നതിന് ഈസി ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ പുതിയതായിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചാണെങ്കിൽ 2-3 മാസത്തെ അവരുടെ ഒരു അധ്വാനം ഉണ്ടെങ്കിൽ ഒരു കാർ വാങ്ങുക എന്നുള്ളത് ഈസി ആയിട്ട് നടക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു കാർ വാങ്ങുക എന്നുള്ളതാണ്, ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എങ്ങനെ വാങ്ങാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് തികച്ചും തുടക്കക്കാരായിട്ടുള്ള, UK തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. സെക്കൻഡ് ഹാൻഡ് വാഹനം എങ്ങനെ വാങ്ങാം എന്നുള്ളത് ഒത്തിരി കാലമായ ആളുകളെ സംബന്ധിച്ച് അവർക്ക് വാങ്ങുന്നതിന് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിനാൻസ് ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വന്ന് ഒരു തുടക്കക്കാരന് എങ്ങനെ വാങ്ങാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പലപ്പോഴും ഉള്ളൊരു സംശയമാണ്, നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ വാഹനം ഓടിക്കാൻ പറ്റുമോ, ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാഹനം എങ്ങനെ ഇവിടെ വാങ്ങാമെന്നുള്ളതിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് ഏതൊക്കെ സോഴ്സുകളാണ് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഷോറൂമുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസിൻ്റെ ഷോറൂമുകളിൽ തന്നെ ഓൾഡ് കാറുകൾ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള യൂസ്ഡ് കാർ വെബ്സൈറ്റുകൾ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ആളുകളുടെ അടുത്ത് നിന്ന് നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് UK ഉപയോഗിക്കാൻ സാധിക്കുന്ന പഴയ വെഹിക്കിൾസ്, അല്ലെങ്കിൽ ഏറ്റവും തുടക്കക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വാഹനങ്ങളെന്ന് പറയുന്നത് ടയോട്ട യാരിസ്, അതുപോലെ തന്നെ സുസുക്കി സ്വിഫ്റ്റ്, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള അതേ സെയിം സ്വിഫ്റ്റ് തന്നെ നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ I-20, അതുപോലെ തന്നെ ഹോണ്ട ജാസ്, ഇങ്ങനെയുള്ള വെഹിക്കിൾസൊക്കെയാണ് നമുക്ക് ഇവിടെ യൂസ്ഡ് കാറായിട്ട് തുടക്കക്കാർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് ഒരു 2006 മുതൽ 2012 വരെയുള്ള ഒരു 6 വർഷം ആ റേഞ്ചിൽ വരുന്ന വാഹനങ്ങൾക്ക് ഏതാണ്ട് ഒരു 750 പൗണ്ട് മുതൽ 1750-2000 പൗണ്ട് വരെയുള്ള വിലയ്ക്ക് നമുക്ക് ലഭ്യമാണ്. അതാണ് ഒരു തുടക്കക്കാർക്ക് ഇവിടെ വന്ന് ആദ്യമേ ഒരു വാഹനം വാങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും പെട്ടെന്ന് വാങ്ങാനും അതുപോലെ തന്നെ സാധിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വെഹിക്കിൾ എന്ന് പറയുന്നത് ഇതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ വാഹനം എവിടെ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് കാർ എവിടെ നിന്ന് വാങ്ങാം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പം ഞാനിത് പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും വ്യക്തികളിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നമുക്ക് കോസ്റ്റ് വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഷോറൂമുകളിലാണെങ്കിൽ എപ്പോഴും അത് ഒരു യൂസ്ഡ് കാർ ഷോറൂം എന്ന് പറയുന്നത് എപ്പോഴും റീഫർബിഷ് ചെയ്ത വാഹനങ്ങളായിരിക്കും. അതിന് വില
കൂടുതലായിരിക്കും. എന്നാൽ റീഫർബിഷ് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ ക്വാളിറ്റിയോട് കൂടി തന്നെ നമുക്ക് വ്യക്തികളിൽ നിന്ന് വാഹനം വാങ്ങാൻ സാധിക്കും. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും വ്യക്തികളിൽ നിന്ന് വാങ്ങുക എന്നുള്ളതായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് പോലുള്ള സ്ഥലങ്ങൾ യൂസ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നമ്മളിപ്പോൾ യൂസ്ഡ് കാറിൻ്റെ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഷോറൂമുകളിൽ അവൈലബിൾ ആയിട്ടുള്ള കാറുകളായിരിക്കും കാണിക്കുന്നത്. എന്നാൽ മാർക്കറ്റ് പ്ലേസ് പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് എപ്പോഴും വ്യക്തികളിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ആ വ്യക്തികളിൽ നിന്ന് നമ്മൾ നേരിട്ട് വാങ്ങുമ്പോൾ എന്തൊക്കെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെയുള്ള ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വാഹനം ഒരിക്കൽ പോലും നമുക്ക് വാങ്ങുന്ന വാഹനം നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് വാങ്ങാൻ സാധിക്കില്ല. പകരം നമ്മൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ മാത്രമായിരിക്കും നമുക്ക് സാധിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ പേപ്പറുകൾ ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഒരിക്കലും അതിനെ നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം മറ്റൊന്നുമല്ല, UK നിയമം അനുസരിച്ചിട്ട് ഇൻഷുറൻസിൽ പേരുള്ള ഡ്രൈവർക്ക് മാത്രമാണ് ഇവിടെ വാഹനം ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. ഡ്രൈവറോ കോ ഡ്രൈവറോ ആയിട്ട് നമ്മുടെ പേര് ഇൻഷുറൻസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ വാഹനം റോഡിലിറക്കി ഓടിക്കാൻ പറ്റുള്ളൂ UK നിയമം അനുസരിച്ചിട്ട്. അപ്പോൾ ഒരിക്കൽ പോലും നമ്മൾ വാങ്ങാൻ പോകുന്ന വാഹനം നമുക്ക് ഓടിച്ചു നോക്കാൻ സാധിക്കില്ല. പകരം അതിന് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ട് ഞാൻ പറയുന്ന ഒരു സജസ്റ്റ് ചെയ്യുന്ന മാർഗ്ഗം എന്ന് പറയുന്നത് MOT, നമ്മുടെ നാട്ടിലുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ ടാക്സി വാഹനങ്ങൾക്കാണ് ടെസ്റ്റ് ഉള്ളത്. അപ്പോൾ എന്നാൽ ഇവിടെയുള്ള എല്ലാ വാഹനങ്ങൾക്കും ഒരു വർഷത്തിലൊരു പ്രാവശ്യം ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ MOT എന്ന് ഇവിടെ പറയുന്ന ഒരു ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് ആ വാഹനങ്ങൾ റോഡിലിറക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ MOT ഒരു വർഷത്തേക്കാണ്, 365 ദിവസത്തേക്കാണ് MOT നമ്മളൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ MOT ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്കാണ് അതിന് വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ MOT എന്ന് പറയുന്നത് അവർ എല്ലാ A to Z ബമ്പർ ടു ബമ്പർ എല്ലാം ചെക്ക് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് MOT ക്വാളിഫൈ ചെയ്യുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് MOT പാസ്സായിട്ടുള്ള തൊട്ടടുത്ത മാസങ്ങളിൽ ഒരു വാഹനം വാങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മാസമെങ്കിലും MOT കാലാവധി ഉള്ള വാഹനങ്ങൾ വാങ്ങുകയാണെങ്കിൽ ക്വാളിറ്റിയുള്ള വാഹനം നമുക്ക് ലഭ്യമാവും. അതുപോലെ തന്നെ ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണെങ്കിൽ അത് കൃത്യമായിട്ടും അതിൻ്റെ ഡോക്യുമെൻറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇവിടെയുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെല്ലുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ കാർ സ്ട്രക്ചർ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവരുടെ ഡോക്യുമെൻറ്റ്സിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് നമ്മളൊരു വെഹിക്കിൾ ഹിസ്റ്ററി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ വാങ്ങുന്ന വാഹനം നമ്മൾ വ്യക്തികളിൽ നിന്ന് വാങ്ങാൻ ഞാൻ പറഞ്ഞു. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വ്യക്തികളിൽ നിന്ന് നമ്മൾ നേരിട്ട് വാങ്ങുക എന്നുള്ളതാണ്. ആ സമയത്ത് MOT എത്രയുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക. MOT കഴിഞ്ഞതിന് ഉടനെ തന്നെ ഉള്ള ഒരു വാഹനം നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള വാഹനം കിട്ടും. നമ്മൾ ഓടിച്ച് നോക്കാത്ത പ്രോബ്ലം നമുക്ക് ഇതുവഴി ഓവർകം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പേപ്പേഴ്സ് നമ്മളിപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ഇവിടുത്തെ DVLA വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളൊരു വെഹിക്കിൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഏതൊക്കെ സമയങ്ങളിലാണ് ഏതൊക്കെ കിലോമീറ്ററിലാണ് അതിൻ്റെ MOT പാസ്സായിട്ടുള്ളത് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ലഭ്യമാണ്. അടുത്ത് നമ്മൾ എങ്ങനെയാണ് വാഹനം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ എല്ലാം കാര്യങ്ങൾ വാഹനം വാങ്ങുന്ന സമയത്ത് നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ പ്രൈസിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഒരു യൂസ്ഡ് കാറിൻ്റെ ഒരു വെബ്സൈറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് കുറേ അലർട്ടുകൾ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു 2-3 ആഴ്ച നമുക്ക് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് വാഹനങ്ങളുണ്ട്. അപ്പോൾ ആ വാഹനങ്ങളുടെ എല്ലാത്തിൻ്റെയും ഏകദേശ വില നമ്മൾ കാണുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിൽ നമ്മളൊരു വ്യക്തിയിൽ നിന്ന് എടുക്കാൻ പോകുന്ന വാഹനങ്ങളുടെ അതേ റേഞ്ച്, കിലോമീറ്ററുകൾ, അതുപോലെ തന്നെ ഇയർ, മാനുഫാക്ചറിങ് എല്ലാം ഉള്ള ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഓൾഡ് വെബ്സൈറ്റിൽ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും അതിന് എത്ര രൂപയാണ് അവർ ചാർജ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ഏകദേശ പ്രൈസിങ് നമുക്ക് മനസ്സിലാവും. അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന അതിൽ കുറഞ്ഞൊരു പ്രൈസിങ്ങിന് നമുക്ക് ഏതായാലും മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വണ്ടി നമുക്ക് വ്യക്തികളിൽ നിന്ന് നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്തെല്ലാം കാര്യങ്ങൾ ആ സമയത്ത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മളൊരു വാഹനം വാങ്ങുന്ന വിലയുടെ കാര്യങ്ങളെല്ലാം നമുക്കൊരു ഉറപ്പായി നമ്മൾ അവരുമായിട്ട് ടേംസ് ഡീൽ ചെയ്യുന്നു എന്നുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ നേരെ നമ്മൾ നോക്കേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് എപ്പോഴും അവർ തരുന്നത് ഇവിടെ വെഹിക്കിൾ രജിസ്ട്രേഷൻ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു V5C എന്ന് പറയുന്നുള്ള ഒരു ഫോമാണ്. നമ്മുടെ രജിസ്ട്രേഷൻ നടക്കുന്ന നമ്മുടെ പേരിലുള്ള രജിസ്റ്റേർഡ് ഓണറുടെ കയ്യിൽ ഒരു V5C എന്ന് പറയുന്ന ഫോം ഉണ്ടാകും. അതിനകത്ത് ഒരു ന്യൂ കീപ്പർ എന്ന് പറയുന്ന ഒരു ഫോമാണ് നമ്മൾ ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് തരുന്നത്. അതിനകത്ത് ഡേറ്റ്, ടൈം രേഖപ്പെടുത്തിയിട്ട് നമുക്ക് തരികയാണ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ ആ സമയത്ത് നമുക്ക് സെൽ ദ വെഹിക്കിൾ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അത് ആരാണോ പ്രീവിയസ് ഓണർ, നമ്മൾ ആരിൽ നിന്നാണോ വാങ്ങുന്നത് ആ വ്യക്തി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ DVLA സൈറ്റ്, UK DVLA സൈറ്റിൽ പോയിട്ട് ആ സൈറ്റിൽ സെൽ മൈ കാർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിൽ നമുക്ക് ഞാൻ ആർക്കാണോ അല്ലെങ്കിൽ ആ വ്യക്തി ആർക്കാണോ ഞാനാണോ വാങ്ങുന്നതെങ്കിൽ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് എൻറ്റർ ചെയ്യുക. അതുപോലെ തന്നെ സമയം, ഡേറ്റ്, ഇത്തരം കാര്യങ്ങൾ എൻറ്റർ ചെയ്തിട്ടാണ് വാഹനം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇത്രയാണ് ഒരു വാഹന ട്രാൻസ്ഫറിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഇന്ത്യയിൽ വാഹനം വാങ്ങുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് വാഹനം വാങ്ങാൻ പറ്റും UK. ഇവിടെ നമ്മൾ ഈ പറയുന്ന സെൽ മൈ കാർ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മുടെ ഡീറ്റെയിൽസ് അവർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഹനം ഏത് സമയത്താണ് വിറ്റത്, ഏത് ഇതാണ് എന്നുള്ളത് എല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടാണ് അവർ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. നമ്മൾ വാഹനത്തിൻ്റെ വില നോക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു. വാഹനത്തിന് എത്രയാണ് ഇൻഷുറൻസ് ചാർജ് വരുന്നതെന്ന് നമ്മൾ അതിൻ്റെ വാഹനത്തിൻ്റെ രജിസ്റ്റർ നമ്പർ, നമ്മൾ ഇൻഷുറൻസ് നമുക്ക് നമ്മൾ ഡിഫറെൻറ്റ് വെബ്സൈറ്റുകളിൽ നമുക്ക് അവൈലബിൾ ആണ്. ഗോ കമ്പയർ പോലെയുള്ള വെബ്സൈറ്റുകളിൽ പോയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെടുക്കുന്ന വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എത്ര രൂപയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഏകദേശം വാഹന വിലയുടെ ഏകദേശം ഒരു 1/4 വില വരുന്ന ഒന്നായിരിക്കും ഇവിടുത്തെ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വാഹനം വാങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് ഇൻഷുറൻസ് എത്ര എമൗണ്ട് വരും എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഗോ കമ്പയർ പോലെയുള്ള സൈറ്റുകളിൽ നമ്മൾ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ രജിസ്റ്റർ നമ്പറും നമ്മുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടെ വരുന്ന ഒരാൾ ആദ്യമായിട്ട് വാഹനം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ലൈസൻസ് ആണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു റേറ്റ് ആയിരിക്കും അവർ ഇൻഷുറൻസ് എമൗണ്ട് ആയിട്ട് കാണിക്കുന്നത്. ആ ഇൻഷുറൻസ് എമൗണ്ട് കൂടി നോക്കിയതിന് ശേഷമായിരിക്കണം വാഹനം നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. റോഡ് ടാക്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, ഏതാണ്ട് 50 പൗണ്ട് താഴെയാണ് പല വാഹനങ്ങൾക്കും വരികയുള്ളൂ. എന്നാൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് 1000 മുതൽ 1500 പൗണ്ട് വരെ ഏതാണ്ട് ഒരു വർഷം ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മളെടുക്കുന്ന വാഹനത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനീ പറഞ്ഞത്. നമ്മൾ 1500 രൂപയുടെ വാഹനം എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 1000-1200 രൂപ നമുക്ക് ഒരു വർഷത്തേക്ക്, അത് നമുക്ക് 12 മാസത്തവണകളായിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷനുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൂടി നമ്മൾ വാഹനം വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യണം. ഇത്തരം കാര്യങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് ന്യൂ കീപ്പർ V5 ഫോം, നമുക്ക് C ഫോം നമുക്ക് പഴയ ഓണർ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഈ വാഹനത്തിൻ്റെ ടാക്സ് അടയ്ക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു വാഹനം വാങ്ങിയത് i20 ആണ്, 2010 മോഡൽ. എനിക്ക് അതിന് വന്നിരിക്കുന്ന ടാക്സ്, ഒരു വർഷത്തെ ടാക്സ് എന്ന് പറയുന്നത് 30 പൗണ്ട് മാത്രമാണ് ടാക്സ് വന്നിട്ടുള്ളൂ. എന്നാൽ അതിൻ്റെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് 1600 രൂപയ്ക്ക് അടുത്ത് 1600 പൗണ്ടിനടുത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം കൃത്യമായിട്ട് ഈ പറയുന്ന ഇൻഷുറൻസ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത് നമ്മൾ ഈ DVLA സൈറ്റിൽ നേരെ പോവുക. UK DVLA സൈറ്റിൽ നേരെ പോയിട്ട് അതിനകത്ത് ടാക്സ് മൈ വെഹിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ വെഹിക്കിൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ ടാക്സ് അടയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നമുക്ക് വാഹനമൊന്നും ആ സമയത്ത് ഓടിക്കാൻ സാധിക്കില്ല. നമ്മൾ ടാക്സും ഇൻഷുറൻസും നമ്മുടെ പേരിൽ എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വാഹനം വാങ്ങി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കില്ല. അടുത്തതായിട്ട് നമ്മൾ ടാക്സ് അടച്ചതിന് ശേഷം ഇൻഷുറൻസ് എമൗണ്ട് അടയ്ക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഒരു കോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ആ കോട്ടിനനുസരിച്ചിട്ടുള്ള അതിനകത്ത് ഏറ്റവും കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യം. ആ സെലക്ട് ചെയ്ത് നമ്മൾ ടാക്സ് അടച്ചതിന് ശേഷം അപ്പോൾ കൃത്യമായിട്ട് അതിനകത്ത് ഡ്രൈവർ ആരാണ്, നമ്മൾ ഓണർ തന്നെയാണോ ഡ്രൈവർ അല്ലെങ്കിൽ കോ ഡ്രൈവർ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട്, ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ വന്നേക്കുന്നവരാണെങ്കിൽ 2 പേരുടെയും പേര് ചേർത്ത് തന്നെ ഇൻഷുറൻസ് എടുക്കുകയായിരിക്കും. വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ വാഹനം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വേറെ വണ്ടിയുണ്ട്, ആ വാഹനം നമുക്ക് ഉപയോഗിക്കാമെന്ന് നമ്മളാരും വിചാരിക്കേണ്ട. നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ പേര് കൂടി ഇൻഷുറൻസിൽ ആഡ് ചെയ്ത് വന്നാൽ മാത്രമാണ് നമുക്ക് വാഹനം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ നമ്മളൊരു അപ്രോക്സിമേറ്റ് നമ്മൾ വാങ്ങിക്കുന്ന വില എത്രയാണെന്നുള്ളത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വയസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, നമ്മൾ പ്രീവിയസ് കൺട്രിയിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലൈസൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇൻഷുറൻസ് കമ്പനി ഒരു ഇൻഷുറൻസ് എമൗണ്ട് നമുക്ക് പറയുന്നത്. ആ എമൗണ്ട് ഏതാണ്ട് 12 അല്ലെങ്കിൽ 10 മാസത്തവണകളായിട്ടൊക്കെ അടയ്ക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ല. ഇവിടെ വാഹനം വാങ്ങുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. രണ്ടാമതൊരു കാര്യം, നമ്മളിവിടെ ഏത് ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വണ്ടി ഓടിക്കാം എന്നുള്ളത് നമ്മൾ പലപ്പോഴും സംശയമുണ്ട്. ഇന്ത്യൻ ലൈസൻസ് നമുക്ക് 365 ദിവസം നമ്മൾ അറൈവൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയുക. നമ്മൾ UK നമ്മൾ വിസ അടിച്ച് നമ്മൾ UK എൻട്രി ചെയ്യുന്ന ഒരു സമയം നമ്മുടെ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വിസയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും.
ആ ദിവസം മുതൽ 365 ദിവസം വരെയാണ് അതിൻ്റെ വാലിഡിറ്റി ഉള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ ലൈസൻസ് നമുക്ക് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റായിട്ട് ഇന്ത്യയിൽ നിന്ന് തന്നെ കൺവേർട്ട് ചെയ്യാവുന്ന ഓപ്ഷനുണ്ട്. അത് വാഹൻ സാരഥി എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓപ്ഷനുണ്ട്. അത് 1949 ഒരു ട്രാഫിക് കൺവെൻഷൻ നടന്നിട്ടുണ്ട്. ആ ഒരു കൺവെൻഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യയും UK തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസിൽ നമുക്കൊരു ഡ്രൈവിംഗ് പെർമിറ്റ് 1 ഇയറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓടിക്കാൻ സാധിക്കും. നമ്മൾ കുറച്ചുകൂടെ ഒരു ഡ്രൈവിംഗ് പെർമിറ്റ് നമ്മുടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തുകൊണ്ട് വരാം. ഏതാണ്ട് 1200 രൂപയാണ് അതിനകത്ത് ചാർജ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 1200 രൂപയായിരുന്നു ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ആ സൈറ്റിൽ പോയിട്ട് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്ത് അതിനാവശ്യമായിട്ട് ഡോക്യുമെൻറ്റുകളോട് കൂടി നമ്മൾ RTOയ്ക്കാണ് RTOയ്ക്കാണ് നമ്മളതിനെ സബ്മിഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അവർ നമ്മളൊരു 1 ഡേ ഒരു മീറ്റിങ്ങിന് അവർ വിളിക്കും. ആ സമയത്ത് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തിനുള്ളത്. അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള രേഖ എന്ന് പറയുന്നത് നമുക്ക് വിസ വന്നതിന് ശേഷം മാത്രമാണ് ഇത് നടക്കുകയുള്ളൂ. വിസ, അതുപോലെ തന്നെ പാസ്പോർട്ട്, അതുപോലെ തന്നെ സംടൈംസ് ചിലപ്പോൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഏത് ദിവസമാണെന്നുള്ളത് അവർ ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 365 ദിവസം ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് UK വന്നു കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാം. പക്ഷേ നമ്മുടെ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യൻ നാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുത്തിട്ട് നമ്മൾ പോരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ ഗോ കമ്പയർ പോലുള്ള വെബ്സൈറ്റുകൾ, ഡിഫറെൻറ്റ് വെബ്സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കുറഞ്ഞത് ഏതാണോ അഡ്മിറൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സേഫ് എന്ന് പറഞ്ഞിട്ട് കുറേ അധികം ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അപ്പോൾ നമുക്ക് അവർ തരുന്ന ഓപ്ഷൻസ് നമുക്ക് വെബ്സൈറ്റിൽ ഈ ഗോ കമ്പയർ പോലെയുള്ളതിൽ അവർ കമ്പയർ ചെയ്തിട്ട് തന്നെ ലിസ്റ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് തരും. അതിനകത്ത് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഇൻഷുറൻസ് എടുക്കുക. ചില ഇൻഷുറൻസുകൾ ഫസ്റ്റ് ഇനിഷ്യൽ പേയ്മെൻറ്റ് കൂടുതലായിരിക്കും, മന്ത്ലി പേയ്മെൻറ്റുകൾ കുറവായിരിക്കും, ചിലപ്പോൾ ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ചെയ്തിട്ട് തരുന്ന കണ്ടീഷനുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അവർ നമുക്ക് തരും, അതനുസരിച്ചിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇൻഷുറൻസ് അതുപോലെ തന്നെ ടാക്സ് ഈ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് UK വന്നിട്ട് നമുക്കൊരു വാഹനം ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇൻഷുറൻസിൽ കൃത്യമായിട്ട് നമ്മുടെ പേര് കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വാഹനം ഇത്രയും കാര്യമായി കഴിഞ്ഞാൽ വാഹനം നമുക്ക് ഓടിക്കുമ്പോൾ നമ്മുടെ കൃത്യമായിട്ടുള്ള ട്രാഫിക് നിയമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കാൻ. നമ്മൾ ഇന്ത്യ പോലെയല്ല, ഇവിടെ ട്രാഫിക് നിയമങ്ങൾ കർശനമാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഈ എന്താ പറയുക, എല്ലാ സിഗ്നൽസുകളിലും എല്ലാത്തിലും ക്യാമറ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു രീതിയിലുള്ള ഒരു ഡ്രൈവിംഗ് നമ്മൾ കാഴ്ചവെച്ചാൽ മാത്രമാണ് നമുക്ക് UK കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അടുത്ത നമ്മളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പാർക്കിങ്ങിനെ സംബന്ധിച്ചാണ്. നമ്മുടെ വാഹനം നമ്മളൊരു ആ ഒരു ഏരിയയിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പാർക്കിംഗ് പെർമിറ്റ് ഹോൾഡേഴ്സ് ഉള്ളി എന്ന് പറയുന്ന റീജിയനാണ് നമ്മുടെ വീട് ഇരിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ കൗൺസിലിൽ നിന്ന് ഒരു പാർക്കിംഗ് പെർമിറ്റ് കരസ്ഥമാക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഏതാണ്ട് 35 പൗണ്ട് മുതൽ 70 പൗണ്ട് വരെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 14 ദിവസത്തിനുള്ളിൽ പേ ചെയ്യുകയാണെങ്കിൽ 35 പൗണ്ടും അതിനുശേഷമാണെങ്കിൽ 70 പൗണ്ട് നമ്മൾ പെനാൽറ്റി ആയിട്ട് പേ ചെയ്യേണ്ടി വരും അനധികൃതമായിട്ട് നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വാഹനം വാങ്ങി ആ സെയിം സമയത്ത് തന്നെ ഇതെല്ലാം നമുക്ക് വെബ്സൈറ്റുകളിൽ തന്നെ നമുക്ക് ആ സ്പോട്ടിൽ ഇരുന്ന് തന്നെ നമ്മൾ ആരുടെ അടുത്തു നിന്നാണോ വാഹനം വാങ്ങുന്നത് അവിടെ ഇരുന്ന് തന്നെ അവർ നമ്മുടെ പേരിലേക്ക് രജിസ്ട്രേഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ പറയുന്ന ടാക്സും അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇതിനൊന്നും നമ്മൾ അധികം സമയം കളയേണ്ട കാര്യമില്ല. അവിടെ ഇരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചെയ്യാവുന്ന ആ സമയത്ത് ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ എവിടെയാണോ വാഹനം പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ട്രീറ്റ് നമ്മുടെ വീടിരിക്കുന്ന അവിടെ ഇങ്ങനെ ഒരു പാർക്കിംഗ് പെർമിറ്റ് ഹോൾഡേഴ്സ് ഉള്ളി എന്ന് പറയുന്നത് അവിടെ മിക്കവാറും തന്നെ മൺഡേ ടു സാറ്റർഡേ ആണ് 9 AM to 5 PM പെർമിറ്റ് ഹോൾഡേഴ്സിന് മാത്രമാണ് വണ്ടി പാർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മിക്കവാറും തന്നെ ഏരിയകളിലൊക്കെ അത് ബാധകമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ കൗൺസിൽ ഏതാണോ ആ കൗൺസിലിൽ ആദ്യമേ തന്നെ രജിസ്റ്റർ ചെയ്യുക. അന്ന് തന്നെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് മുമ്പ്
നമുക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും. ആ റെഫറൻസ് നമ്പർ നമ്മൾ എടുത്ത് വണ്ടിയുടെ പുറത്ത് കാണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും എടുത്ത് റെഫറൻസ് നമ്പർ, പാർക്കിംഗ് പെർമിറ്റ് ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില സമയത്ത്, എന്നാലും നമുക്ക് അവിടെ തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫൈൻ പെനാൽറ്റി ഇടാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ ഇത് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് UK വന്നതിന് ശേഷം നമ്മൾ വാഹനം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് താഴെ ഞാൻ ആ സമയം പോലെ കമൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സീ യു അഗെയിൻ.